ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബോഡിയിൽ നിന്ന് എടുത്ത അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ നല്ല തുണിയുടെ ചീത്ത ഭാഗം മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചീത്ത ഭാഗത്താണ് നമ്മൾ ലൈനിങ് തുണി വെക്കണത്. അത് മാറിപ്പോകരുത്. എന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ട് 4 സൈഡും അടിച്ചു കൊടുക്കണം. അതായത് അതവിടെ ലൈനിങ് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. അതായത് ലൈനിങ് പീസും നല്ല പീസും തമ്മിൽ അറ്റാച്ച് ആവാതെ ഇരിക്കരുത്. അതാ കണ്ടോ, ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ റെഡിയാക്കി തേച്ച് കൊടുത്തുകൊണ്ട് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ഒന്ന് വേറെ ആയിട്ടൊക്കെ പൊങ്ങിയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതൊന്നും പാടില്ല. റെഡിയായിട്ട് മെല്ലെ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ തന്നെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഭംഗി അങ്ങ് പോകും. അടുത്തത് ഇതാ കണ്ടോ, നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് അതേ ഷേപ്പിലങ്ങ് അടിച്ചു കൊടുക്കാം. അതുപോലെ ഇതാ ഈ നമ്മൾ ടക്ക് ഉണ്ടല്ലോ, ആ ടക്കിൻ്റെ സെൻറ്ററിലെ ആ ഒരു ലൈനിൽ മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കാം. സെൻറ്ററിൽ മാത്രം കൊടുത്താൽ മതി. അതൊക്കെ അവിടെ പ്രസ്സായിട്ട് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ എല്ലാം 3 കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ കാര്യങ്ങൾ വേഗം തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഈ ഒരു എക്സ്ട്രാ വന്ന നല്ല പീസുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റണം. നമ്മൾ എക്സ്ട്രാ ആണല്ലോ മുറിച്ച് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എടുത്തിനല്ലോ, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റിയാൽ മതി. ഈസിയാണ്. ഇനി നമുക്ക് എന്താ ഈ ഒരു നെക്ക് കട്ട് ചെയ്യണം. അതിൻ്റെ 2 മടക്കിയിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, അളവ് നമ്മൾ അളന്നിട്ട് വരച്ചിട്ടുണ്ടല്ലോ, ആ വരച്ച ഭാഗത്തൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വരച്ച ഭാഗത്തിൻ്റെ അപ്പുറത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാറിപ്പോകരുത്. ഇനി നമുക്കിതാ നമ്മുടെ ഡാട്ട് പിടിക്കാം. ഡാട്ട് ഇത്രം വരെ എത്തി. ഇനി അത് സൂചി കുത്തി നിർത്തി നമ്മൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് താഴേക്കും വരിക. അതാകുമ്പോൾ നമുക്ക് അവിടെ ഒരു നൂല് പുറത്തേക്ക് കാണുന്നതോ അങ്ങനെയുള്ള നൂല് അഴിഞ്ഞു പോകുന്നുള്ള പ്രോബ്ലംസോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടക്കുകളും ഫ്രണ്ട് പീസിൻ്റെ ഒക്കെ ടക്കുകളായി എങ്ങനെയായാലും ടക്കുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സേഫായിട്ട് നൂല് പൊങ്ങാതെ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അര ഇഞ്ച് വെച്ച് 1 ഇഞ്ചാണ് ടക്ക് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് 1 ഇഞ്ച്, മറ്റേ ഭാഗത്തും 1 ഇഞ്ച് അങ്ങനെ. ഇനി നമ്മൾ വേറൊരു പീസ് ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മൾ അടിയിൽ സീം അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡാട്ട് ഒന്നുകിൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങനെ ഒരു വശത്തേക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് അത് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് വെച്ച് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കണം. അങ്ങനെ പതിച്ചടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് ഭാഗങ്ങൾ പുറത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പതിച്ചടിക്കണമെന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ചീത്ത വശത്ത് വെച്ചിട്ട് ഒരു മടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇഞ്ചിൻ്റെ പീസാണല്ലോ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് ഏകദേശം നമ്മൾ അടിച്ച ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് നേരെ അങ്ങ് അടിച്ചാൽ മതി. അല്ല 1 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ വലിപ്പത്തിൽ വീതിയിൽ അടിച്ചാൽ മാത്രം മതി. അത്ര വലിയ ചിന്തിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി നേരെ തിരിച്ചിട്ട് ഇങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അഴിച്ച് മാറ്റേണ്ട സ്റ്റിച്ചാണ്, അതുകൊണ്ട് വലിയ സ്റ്റിച്ച് ഇടാം. അതല്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ കൈ തയ്യൽ ഇപ്പം തന്നെ ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് അഴിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ബാക്ക് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ 3 വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി ഞാൻ ഫ്രണ്ട് സൈഡിൻ്റെ സ്റ്റിച്ചിങ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, ലെങ്തി ആവണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.